ജനുവരി 31 ഫ്രൈഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വെരി ഇൻട്രസ്റ്റിംഗ്ലി ഇന്നത്തെ നമ്മുടെ ലെവലുകൾ ആസ് യൂഷ്വൽ മിക്കവാറും ദിവസം നമ്മുടെ ലെവലുകൾ അതിമനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ലെവൽ കുറച്ച് ദിവസം നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവിടെ ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ആ വ്യൂവിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെവലുകളെ പ്രയോജനപ്പെടുത്തും. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച് കാണിച്ചതാണ് എങ്ങനെ ഇവിടുന്ന് ഈ ഒരു രീതിയിൽ പ്രൈസ് ആക്ഷൻ വന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്താൽ ഇതുവരെയുള്ള റാലി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഒരു ലെവൽ വരച്ച് കാണിക്കും കൂടെ ചെയ്തിരുന്നു ബ്ലൂ കളറിൽ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് മാറാമെന്നാണ് പറഞ്ഞത്. പിന്നീട് അതിന് മുകളിലേക്ക് പോയി ഈ ലെവലിന് താഴെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് നിന്നപ്പോൾ ഫാള് വന്നു. അവിടുന്ന് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നത് കറക്റ്റ് ഈ ലെവലിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എവിടെ നിന്നൊക്കെ നമുക്ക് കാര്യമായ ഓപ്പർച്യൂണിറ്റി വന്നു നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 ഓപ്പർച്യൂണിറ്റിയാണ് വലിയ ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ തന്നിട്ടുള്ളത്. ആ 3 ഓപ്പർച്യൂണിറ്റിയും നമ്മൾ തന്ന ലെവലിൽ നിന്നാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ന് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയെന്ന് പറഞ്ഞ 2 റിസൾട്ടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ബജാജ് ഫിനാൻസിന്റെ Q3 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ്സ് 18% റൈസ് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അദാനി ഗ്രൂപ്പിന്റെ റിസൾട്ട്. അതിൽ അദാനി പോർട്ടിന്റെ റിസൾട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദാനി പോർട്ടും ഗെയിലും പ്രോഫിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിന്റെ പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്. ഈ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതിനു മുമ്പ് നമ്മളുടെ മറ്റൊരു റിസൾട്ട് നമ്മളുടെ മെമ്പേഴ്സിനൊക്കെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഡിസ്കോഡിലൂടെ ട്രേഡ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസമേകുന്ന ഒരു റിസൾട്ടാണ്. വാരി എനർജി നമ്മൾ 2 മാസമായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ റിസൾട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. 295% ഗ്രോത്ത്. നമ്മൾ 2 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതും ഒന്ന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു അതിൻ്റെ. ഇനി നാളത്തെ സാധ്യതകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാളെ വരാനുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത് ഫെഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഗവൺമെൻറ്, ഏതൊരു ഗവൺമെൻറ്റും സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ആ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണവും അതുപോലെ ആ പദ്ധതികൾക്ക് വേണ്ടി സ്വരൂപിക്കുന്ന പണവും. ഇപ്പോൾ അതൊരു 10 രൂപയാണെങ്കിൽ അത് പദ്ധതികൾക്ക് വേണ്ടി സ്വരൂപിക്കുന്നത് 8 രൂപയാണെന്നായിരിക്കുക. 10 രൂപയാണ് മൊത്തം പദ്ധതികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള അന്തരമാണ്. അപ്പോൾ 2ആണ് ഇവിടെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 2 രൂപ എന്ത് ചെയ്യണം? പദ്ധതികൾ നടപ്പാക്കാനും റോഡ് ഉണ്ടാക്കാനും റെയിൽവേ വികസിപ്പിക്കാനൊക്കെ ആയിട്ട് ലോൺ എടുക്കണം ഗവൺമെൻറ്റുകൾ. അപ്പോൾ അവർ എത്രമാത്രം ഗവൺമെൻറ് ലോൺ എടുക്കേണ്ടി വരും എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡെഫിസിറ്റ്. ഇപ്പോൾ കൂടുതൽ ലോൺ എടുക്കേണ്ടി വരുന്ന രീതി വന്നാൽ അത് ഇൻട്രസ്റ്റിൽ ഡിമാൻഡ് കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ള രീതിയിലൊക്കെ അതിനെ റീഡ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ ആൾറെഡി നമുക്ക് ഫെഡിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫെഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല. അത് വളരെ പോസിറ്റീവാണ്. സ്റ്റഡി ആയിട്ട് നിലനിർത്തിയാൽ തന്നെ നമുക്ക് മാർക്കറ്റിന് അത് പോസിറ്റീവ് ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എലമെൻ്റാണ് ഈ ഡേറ്റയ്ക്കകത്തുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിലൊന്നും അതിൽ കൺസേൺ ആവേണ്ട കാര്യമില്ല. ആൾറെഡി ഫെഡ് അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് സ്വാഭാവികമായിട്ടും ഈ ഡെഫിസിറ്റ് കൂടുക എന്ന് പറയുമ്പോൾ അതൊരു എക്കണോമിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷൻ എടുക്കും. അപ്പോൾ മൊത്തത്തിൽ വലിയ അമേരിക്കയുടെ ഡെഫിസിറ്റ് ആണ് ഇത്. ഫെഡിൻ്റെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഡെഫിസിറ്റാണ്. അപ്പോൾ അമേരിക്ക അത് INR കണക്കാക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ ഇക്കണോമി തകരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് എമർജിങ് മാർക്കറ്റുകളിലൊക്കെ അത് ബാധിക്കും. അവിടെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വീണ്ടും അവിടെ നിന്ന് ആളുകൾ വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മറ്റ് നമ്മുടെ എക്കണോമിയിലെ ബാക്കി കണ്ടീഷൻസും കൂടെ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ തന്നെയാണ്. നാളെ വരാനുണ്ട്. ഓക്കെ, നമ്മൾ നാളെ വരാനുള്ള റിസൾട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റിസൾട്ടായിട്ട് എൻ്റെ ഒരു വ്യൂ പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു റിസൾട്ട് നെസ്ലെ ഇന്ത്യ, മറ്റൊന്ന് ONGC ആണ്. പിന്നെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ട്രേഡ് ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു റിസൾട്ട് പ്രധാനപ്പെട്ടായിരിക്കും. നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ മാസം നമ്മൾ വാങ്ങിച്ചൊരു സ്റ്റോക്കാണത് അല്ലേ, PDMG പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഡേറ്റ റിസൾട്ട് എന്തെങ്കിലും കണ്ടാൽ മെമ്പേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും
ശ്രദ്ധിക്കേണ്ട റിസൾട്ടുകളായിട്ട് മാറുന്നതാണ്. ഇനി നമ്മളുടെ ലെവലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് സെയിം ബാക്കി ലെവലുകൾ, ഈ ലെവലുകളൊക്കെ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ലെവലുകളാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതെല്ലാം വിസിബിൾ ആണെന്ന് കരുതുന്നു ഞാൻ, റൈറ്റ് സൈഡിലൊക്കെ ഉള്ള ലെവലുകൾ. ഓക്കെ, ഇനി ഇതിലേക്ക് ചെറിയൊരു മാറ്റം നാളെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഈ ലെവൽ അത്ര പ്രധാനപ്പെട്ട ലെവലല്ല. നമുക്ക് നാളേക്കിനി ഈ ലെവൽ വേണ്ട. പകരം നമ്മളിവിടെ മറ്റൊരു ലെവൽ, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ലെവൽ ഇതായിരിക്കും നാളത്തെ നമ്മുടെ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ 23,240 ഈ ലെവൽ. ഈ ലെവൽ 23,240 240 ഇവിടെ 345 ബ്ലാക്ക്, 345 അതിന് മുകളിലുള്ള ലെവൽ. ഇതിന് താഴെയുള്ള ലെവൽ 23,143. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. അതിന് തൊട്ട് മുകളിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ലെവലാണ്. താഴത്തെ ഒരു സോൺ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മാർക്ക് ചെയ്തിരുന്നു. അതുപോലെ ഇനി മുകളിലുള്ളൊരു സോണാണ് ഈ സോണ്. ഓക്കെ, ഇവിടെ 2 ലെവലുകൾ അടുത്ത് വരുന്നത് 23,345 364. ഇതിന് ഈ 2 ലെവലുകളും കൂടെ ചേർന്നതാണ് ഈ സോണ്. അപ്പം മാർക്കറ്റ് നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ ലെവലിലും നമ്മൾ ബൈ ആണ് പറഞ്ഞല്ലേ. ഒരു പെർട്ടിക്കുലർ സിനാരിയോ മാത്രമാണ് നമ്മൾ സെല്ല് പറഞ്ഞിരുന്നത്, ബാക്കിയെല്ലാം ബൈ ആണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ളൊരു വ്യൂ ആണ് നാളെയും നമുക്കുള്ളത്. നാളെ ഈ സോണിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ ഒരു ബൈയിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. പിന്നീട് ഈ ലെവലിൻ്റെ മുകളിൽ പോയിട്ട് അതിന് ശേഷം താഴേക്ക് ബെൻഡായി റീടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഒക്കെ സെല്ല്, ഈ ലെവൽ വരെയുള്ള സെല്ല് പരിഗണിക്കാവൂ. ഇനി ഇവിടുന്ന് ഒക്കെ ഇങ്ങനെയൊക്കെ ബെൻഡാവുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ലെവലിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ, ഈ പ്രധാനപ്പെട്ട സോണിൻ്റെ താഴേക്ക് വന്നാൽ ഇവിടുന്ന് സെല്ല് പരിഗണിക്കാതിരിക്കുക. അവിടുന്ന് പ്രൈസ് ഇവിടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും ബൈക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തുക. ഇവിടെ നിന്നുള്ള സെല്ല് ഒഴിവാക്കുക. ഇവിടെ നിന്നുള്ള സെല്ല് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുക. ഇവിടെ പ്രൈസ് ഇതിന് മുകളിലേക്ക് കയറി സസ്റ്റെയിൻ ചെയ്തിട്ട് നിന്നാൽ, ഇവിടെ ഇതിൻ്റെ ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഇപ്പം ഇന്ന് ഇവിടെ താഴെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം നിന്ന ലെവലിൻ്റെ താഴെ ഭാഗത്ത് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് താഴേക്ക് പോയത്. അതുപോലെ കുറേ സമയം മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ, ഈ ബ്ലാക്ക് ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് വ്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു 23,500 വരെയൊക്കെയുള്ള ലെവൽ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് ജസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. കൂടുതൽ ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കുറച്ച് ലോട്ട് ബുക്ക് ചെയ്തിട്ട് കുറഞ്ഞ ലോട്ട് മാത്രം മെയിൻ ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഫുള്ള് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് 2 തവണയൊക്കെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ബൈയിൽ നിന്നിട്ട് മുകളിലേക്ക് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് നേരെ കുത്തനെ പോകുന്ന ഒരു സിനാരിയോ വന്നാൽ, ഇവിടുന്ന് മുകളിൽ ക്രോസ് ചെയ്യാതെ ബെൻഡ് ആവുകയാണെങ്കിൽ ഇതുവരെയുള്ള സെല്ല് പരിഗണിക്കാം. ഇവിടുന്ന് ആദ്യത്തെ ഘട്ടത്തിൽ ഇവിടുന്ന് ബൈയിൽ നിൽക്കുക. ഇത്രയും സാധ്യതകൾ അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ലെവലുകൾ കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ബൈ, സീ യു ടുമോറോ. ഇനി ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവരോട് ഒരു റിക്വസ്റ്റ്, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിൽ കയറിയിട്ട് ഹോം പേജിൽ കയറിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ജോയിൻ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ വെറുതെ വേണ്ട, പകരം നിങ്ങൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ന് ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ നിലവിൽ അറിയാം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ട്രേഡിൻ്റെ എണ്ണം കുറയും, സ്വിംഗ് ട്രേഡുകളുടെയും പൊസിഷണൽ ട്രേഡുകളുടെ എണ്ണം കുറയും. പക്ഷേ ലോങ് റണ്ണിൽ കഴിഞ്ഞ വർഷം നമ്മൾ 48% റിട്ടേൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക്, ഇത്തരം ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത്, ഡിസ്കോഡിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടാമെന്നുള്ളത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ബൈ, സീ യു ടുമോറോ.